നമ്മളാണ് കേടുവരുത്തുന്നത്. ഹിന്ദുവിനാണെങ്കിലും മുസ്ലിമിനാണെങ്കിലും ക്രിസ്ത്യാനാണ്. ഞാൻ ആ കൂടുതലൊരു കാര്യം പറയാം. മദ്രസ, മുസ്ലിങ്ങൾക്ക് മദ്രസയുണ്ട്. ഈ മദ്രസ പുസ്തകം കണ്ട എത്ര മുസ്ലിങ്ങളുണ്ട്? രഞ്ജിത്ത് മണിക്കരെ കുറിച്ചൊന്നുമല്ല കേട്ടോ, ശ്രീജിത്ത് മണിക്കരെ കുറിച്ചൊന്നുമല്ല. അല്ല, അതിന് നന്നാൻ സാധ്യതയല്ല. അത് ചില സംഗതി ഇട്ടി ടേസ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പിന്നെ ആ റൂട്ടിലും പോകും. കണ്ടാ നല്ല ചൊർക്കനാ, സാധനം പോക്കാ. പറയുന്നെന്തറിയോ, ഒരു 50 ലക്ഷം കുട്ടികളൊക്കെ കൊല്ലപ്പെട്ടാൽ നമുക്ക് പറയാം ഇസ്രയേൽ ഭീകരരാഷ്ട്രം. അപ്പൊ മൂപ്പർക്ക് അത്രയും പേര് കൊല്ലപ്പെട്ടാലേ ഭീകരതയാവും. അത് പച്ച മലയാളത്തിൽ ചാനൽ വന്നിട്ട് വിളമ്പുക, എന്നിട്ട് അത് കേൾക്കാൻ 1 ലക്ഷം 1.5 ലക്ഷം കഴുതകള്. ഞങ്ങളോട് പറയട്ടെ, ഹിന്ദു മുസ്ലിം നോക്കിയല്ല പറയുന്നത്. വിവരക്കേട് കേൾക്കാൻ ആളുകളുടെ എണ്ണം കൂടുന്ന കാലം, വണ്ണം കൂടുന്ന കാലം, വിവരമുള്ളവർക്ക് ചാൻസ് ഇല്ലാത്ത കാലം. ഞാനൊക്കെ അനുഭവിക്കേണ്ട ദുഃഖം എല്ലായിടത്തും പരക്കെ. ജ്ഞാനമുള്ളവർ തള്ളപ്പെട്ടു, സുഖിപ്പിക്കുന്നവർക്ക് രക്ഷ കിട്ടുന്ന ലോകം. ചിന്തിച്ചോടി നിങ്ങൾ, ജീവിതം ദുനിയാവിലൊന്നേ, പിന്നെ ദൈവസന്നിധിയില്ല. പക്ഷെ ഇവിടെ വെച്ച് ജീവിക്കുമ്പോൾ ഓർക്കണം, ഇതൊക്കെ മനുഷ്യരാണ്, എല്ലാവരും മനുഷ്യരാണ്. അറിവ് കുറവുണ്ടാവും, കൂടുതലുണ്ടാവും, ട്രീറ്റ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നത് ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്താ, ഖുർആൻ ദൈവത്തെ കുറിച്ച് എന്താ പറയുന്നത്. ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചു, യുക്തിവാദികളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് മറുപടിക്ക് മറുപടിയും ഒക്കെ പറയുന്ന ഒരു സാധുവാണ് ഞാൻ. അങ്ങനെ വിചാരിച്ചാൽ ദുഷ്ടൻ എന്ന് പറയുന്നവരുണ്ട്, ഭീകരവാദി എന്ന് പറയുന്നു, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോളി, ഞാനതല്ല എന്ന് എനിക്കറിയാവുന്ന കാലത്തോളം ഞാനതല്ല. ഞാൻ മുട്ടുസൂചി കൊണ്ട് പോലും ഒരുത്തരം കുത്തിയിട്ടില്ല. പിന്നെന്താ പ്രശ്നം? ഞാൻ ജീവിതത്തിൽ ഒരു പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല, പിന്നല്ലേ ബോംബ് പൊട്ടിക്കണത്. പടക്കം പൊട്ടിച്ച് പഠിക്കുമ്പോഴാണ് ബോംബ് പൊട്ടിച്ചും പഠിക്കുക. അത് രണ്ടും ഇല്ലാത്ത ആളാണ് ഞാൻ, രണ്ടിനും എതിരാ. കൊണ്ടോട്ടി നേർച്ച പൊട്ടുന്ന പടക്കവും ക്ഷേത്രത്തിൽ പൊട്ടുന്ന പടക്കവും വിവരക്കേടാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി പറഞ്ഞ ആളാണ് ഞാൻ, അമ്പലത്തിന്റെ ഉള്ളിൽ. ഞാനൊരു സംഭവം കൂടി പറഞ്ഞിട്ടുണ്ട് അവിടെ, ഞാൻ വീണ്ടും പറയാൻ. ഒരു മകൻ 1000 റുപ്യ കൊടുത്ത് അച്ഛൻ മകന്റെ കയ്യിൽ 1000 റുപ്യ എടുത്ത്. മകൻ എന്ത് ചെയ്ത്, അത് കീറിപ്പറിച്ചും കെറിഞ്ഞാളി, 1000-നോട് കീറിയിട്ടും കെറിഞ്ഞാളി, കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാ. അപ്പൊ അച്ഛൻ ഒരൊറ്റടി ചെവിക്കുട്ടിക്ക് നോക്കിയാൽ അടിച്ച്. ഈ മകൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, അച്ഛനത്തിൽ എന്നെ തല്ലി 1000 റുപ്യ കീറിയിട്ട്. അച്ഛ, ഈ 1000 റുപ്യ നിങ്ങൾ എന്റെ കയ്യിൽ എന്തിനാ തന്നത്? പീടിയെ പോയിട്ട് പടക്കം വാങ്ങിയിട്ട് 1 മിനിറ്റ് കൊണ്ട് പൊട്ടിക്കാൻ. നിങ്ങൾ ചെയ്യുന്ന പണി അതല്ലേ, ഞാൻ കുറച്ച് നേരത്തെ ചെയ്ത്. നിങ്ങൾ 1000 റുപ്യ പൊട്ടിച്ചാണ് ചെയ്യുന്നത്, ഞാൻ 1000 റുപ്യ കീറി. അച്ഛ, നിങ്ങളും ഞാനും ഒരേപോലെയാ, എന്നേക്കാൾ കുറച്ചുകൂടി മോശങ്ങളാ. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹിന്ദുക്കളോട് പടക്കം പൊട്ടൽ മതത്തിലുള്ളതല്ല. അല്ല അല്ല, ഹിന്ദു മതത്തിന്റെ ഗ്രന്ഥം ഞാൻ ഇവിടെ കൊണ്ടക്കാം. ഒരു വരി അത് നിങ്ങൾ തെളിയിക്കി, പടക്കം പൊട്ടൽ മതാണ്. പടക്കം പൊട്ടിച്ചു തുടങ്ങിയിട്ടാണ് നമ്മൾ വലിയത് പൊട്ടിക്കാൻ തുടങ്ങി. മനസ്സിലായിക്കൂടെ? ഹിന്ദു ആയാലും മുസ്ലിം ആയാലും പൊട്ടരുത്. എവിടെ ആർക്കും പേടി ഉണ്ടാക്കരുത്. ഒരു കുട്ടിയും തൊട്ടിലിൽ നിന്ന് ഞെട്ടി എണീക്കരുത് പടക്കത്തിന്റെ ശബ്ദം കേട്ടിട്ട്. 5000 വർഷത്തിന്റെ പഴക്കാണ് സനാതന ധർമ്മത്തിന്. പടക്കം കണ്ടെത്തിയിട്ട് 200 അല്ലായിട്ടേ ഉള്ളൂ. 200 കൊല്ലം മുമ്പ് കണ്ടെത്തിയ സാധനം എങ്ങനെ മതായി? 5000 കൊല്ലത്തിന്റെ പഴക്കമുള്ള മതത്തിൽ 200 കൊല്ലത്തിന് എങ്ങനെ ആഡ് ചെയ്തു? കച്ചവടമാണ്, വ്യവസായമാണ് മതം. ഇന്ന് വ്യവസായമാണ്. നേരെ മറിച്ച് മതം പറഞ്ഞാൽ എന്തറിയോ, ഇതിനെ നന്നാക്കുന്നതിന്റെ പേരാ മതം. എവിടെ ഇത് ഏതാ ഇത്? ഹൃദയം അല്ലേ? ഹൃദയം കൊണ്ടെഴുതുന്ന കവിത, പ്രണയാമൃതം അതിൻ ഭാഷ. പാട്, ഹൃദയം കൊണ്ടാണ് കവിത എഴുതുക. യുക്തിവാദികൾ പറയും ഹൃദയോ തലച്ചോറാണ്. ഞങ്ങൾ ഇങ്ങനെ പഠിക്കോ, തല കൊണ്ടെഴുതുന്ന കവിത ഉണ്ടോ? ഹൃദയം നമ്മൾ പറയും ബൈ ഹാർട്ട് എന്നല്ല, ബൈ ഹാർട്ട്. ഞാൻ എന്റെ ഹൃദയത്തെ തൊട്ട് പറയുന്നു, ഞാൻ എന്റെ തലയെ തൊട്ട് പറയുന്നു എന്നല്ല. വിവരമില്ല എന്നുള്ള വിവരമില്ല, വിവരക്കേടിന് അലങ്കാരമാക്കുക. അതാണ് ഈ യുക്തിവാദി, യുക്തിക്ക് വാദം പിടിച്ചവൻ. മനസ്സിലാക്കുക? നമ്മളെന്താ പറയല്? ഹൃദയമാണ്. ഏത് പാട്ടും നിങ്ങൾ എടുത്തോ, പ്രാണസഖി പാടിയപ്പോഴും ഹൃദയമാണ്. നീ എന്റെ ഹൃദയത്തിലുണ്ട്, നീ എന്റെ നെഞ്ചിലുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ആശ്ചര്യമത് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം ആത്മാവിനെ കുറിച്ചാണ്, മനസ്സിന്റെ ശുദ്ധിയെ കുറിച്ചാണ്. മനസ്സ് നന്നാവണം. അതിന് വേദം ഒരിക്കലും നമുക്കെതിരല്ല.
അല്ല. മദ്രസയിലെ ഒരു പുസ്തകത്തിലും ഹിന്ദുവിനെ വെറുക്കാൻ പഠിപ്പിക്കണില്ല എന്ന് മാത്രമല്ല, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും മനുഷ്യരായിട്ടാണ് പഠിപ്പിക്കുന്നത്. അവരൊക്കെ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ്. ആദം ഹവ്വ ദമ്പതികളുടെ മക്കളാന്ന് പറയാൻ ഇസ്ലാമിന് എന്തോ പണിയുണ്ടോ? നിങ്ങൾ ചിന്തിക്കൂ. 2 ലോകമഹായുദ്ധം നടത്തിയ മുസ്ലിങ്ങളാ? ഗാന്ധിജിനെ കൊന്ന മുസ്ലിമാ? രാജീവ് ഗാന്ധിനെ കൊന്ന മുസ്ലിമാ? ആണോ? പറ. ഇന്ദിരാഗാന്ധിയെ കൊന്ന മുസ്ലിമാ? പറയടോ. ബാബരി മസ്ജിദ് പൊളിച്ച മുസ്ലിമാ? 2000 ആളെ ഗുജറാത്ത് കൊന്ന മുസ്ലിമാ? സംജോത സ്ഫോടനം നടത്തിയ മുസ്ലിങ്ങളാ? മക്ക സ്ഫോടനം നടത്തിയ മുസ്ലിങ്ങളാ? 10-20 കൊല്ലം കഴിഞ്ഞിട്ട് തെളിവ് അതൊന്നും മുസ്ലിങ്ങളല്ല. എന്നാലും പറയൂ, അടുത്ത ആഴ്ച എവിടെങ്കിലും ഒരു പൊട്ട് കേട്ടാൽ അത് മുസൽമാനാണ്. ഒരു പടക്കം പോലും പൊട്ടിക്കാത്ത മുസൽമാനാണ് ആറ്റം ബോംബിട്ട് എന്ന് പറയുന്ന നുണ. അതുകൊണ്ട് ഞാൻ എന്റെ വിനീതമാണ്. ഞാനിങ്ങനെയാണോ? മനസ്സിന്റെ ഉള്ളിലുള്ള സത്യം ഇങ്ങനെ തിളച്ചു മറിയും. ഏത് വേദിയിൽ അതിങ്ങനെ രാഗിയാല് അങ്ങനെ രാഗി മിനിക്കാൻ പറ്റിയ ഒന്നല്ല. അത് രാഗി മിനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 53 വയസ്സിനിടയിൽ വേദഗ്രന്ഥത്തെ മുന്നിൽ വെച്ച് ഞാനൊരു 100 തലമുറ ഇനി അന്ന് എന്നെ സൃഷ്ടിച്ചാലും വായിച്ചാൽ തീരാത്ത ബുക്ക് എൻ്റെ അടുത്തുണ്ട്. കഴിയില്ല തീർക്കാൻ. പക്ഷെ അറിഞ്ഞ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മൾ തല്ലേണ്ടവരല്ല കേട്ടോ. അല്ല, തല്ലേണ്ടവരോ കൊല്ലേണ്ടവരോ അല്ല. നിങ്ങൾക്കറിയോ ഖുർആൻ ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്? അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയ ദൈവം, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ മൗണ്ടൈൻസിനെ ആണികളാക്കിയ ദൈവം, ആകാശത്തുനിന്ന് മഴ ചൊരിഞ്ഞു തരുന്ന ദൈവം. അത് പറയുമ്പോൾ ഞാൻ സിമ്പിൾ ചോദ്യം ചോദിച്ചോട്ടെ. ഈ ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗത്തിന്റെ അന്തിമഘട്ടത്തിൽ ശൃംഗമുനി പായസാന്നം നൽകി. കൈകേയി, കൗസല്യ, സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് കൗസല്യയുടെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു. സമ്മതിച്ചോ? RSS സമ്മതിച്ചോ? ഹൈന്ദവര് സമ്മതിച്ചോ? ശരി, എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, സിമ്പിൾ. ശ്രീരാമൻ ജനിക്കുമ്പോ ദശരഥ മഹാരാജാവ് ഉണ്ടോ? ഉണ്ട്. അവരെ ആര് സൃഷ്ടിച്ചു? ശ്രീരാമനല്ലാന്ന് ഉറപ്പല്ലേ? കൗസല്യ ഉണ്ടോ? ഉണ്ട്. ആകാശം ഉണ്ടോ? ഉണ്ട്. ഭൂമി ഉണ്ടോ? ഉണ്ട്. സർവ്വചരാചരങ്ങളുണ്ടോ? ഉണ്ട്. കാനനങ്ങൾ ഗർജിക്കുന്ന സിംഹമുണ്ടോ? ഉണ്ട്. ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യമുണ്ടോ? ആകാശത്തിന്റെ അനന്തതയിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുണ്ടോ? ആമസോൺ കാടുകളിൽ ഗർജിക്കുന്ന സിംഹങ്ങളുണ്ടോ? ഉണ്ട്. ചിഹ്നം വിളിക്കുന്ന ആനയുണ്ടോ? ഉണ്ട്. ഹീൽ മത്സ്യങ്ങളുണ്ടോ? ഉണ്ട്. ആർട്ടിക് ഉണ്ടോ? ഉണ്ട്. കൊണാർക്ക് ചിത്രശബങ്ങളുണ്ടോ? ഉണ്ട്. തേനീച്ചുണ്ടോ? ഉണ്ട്. എങ്കിലും ഒറ്റ ചോദ്യം, ശ്രീരാമനില്ലാത്ത കാലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ സൃഷ്ടിച്ചത് ആരാ? സിമ്പിൾ. യേശു ജനിക്കുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും ഉണ്ടെങ്കിൽ, സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു? ആമിന ബീവിയുടെ മകനായി അബ്ദുള്ളയുടെ പുത്രനായി മുഹമ്മദ് നബി ജനിക്കുമ്പോ ക്രിസ്തു മതം ഇവിടെ ഉണ്ട്, ജൂതമതം ഇവിടെ ഉണ്ട്, സനാതന ധർമ്മം ഇന്ത്യയിലുണ്ട്. എന്റെ ചോദ്യം, അമ്പലമില്ലാത്ത കാലം ഉണ്ടായിരുന്നോ? അമ്പലമില്ലാതെ ആൽത്തറയിൽ വായുന്ന ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ. അവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ 50 മിനിറ്റ് എന്റെ ജീവിതത്തിൽ ഓച്ചിറ ക്ഷേത്രത്തിലെ ആ പ്രസംഗം. 1000 ആളുകൾക്ക് വെളിച്ചുണ്ടാക്കിയ പ്രസംഗം, അഭിമാനിക്കുന്ന പ്രസംഗം. ആ പ്രസംഗത്തിലും ഈ ഉള്ളവൻ പറഞ്ഞ ഒറ്റ കാര്യമാണ്, അമ്പലമില്ലാത്ത കാലത്ത്, ക്ഷേത്രമില്ലാത്ത കാലത്ത്, കഅബാലയില്ലാത്ത കാലത്ത്, ബൈത്തുൽ മുഖദ്ദസ് ഇല്ലാത്ത കാലത്ത്, മീനാക്ഷി ക്ഷേത്രമില്ലാത്ത കാലത്ത്, രാമന്റെ ക്ഷേത്രമില്ലാത്ത കാലത്ത് മനുഷ്യനുണ്ട്. ബാല, മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഭൂമി ഉണ്ട്. ബാല ബഷീറെ, മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് കടലുണ്ട്. ഒരേ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ദൈവവിശ്വാസം പറയുന്നത്, ഒറ്റ മിനിറ്റ് കൊണ്ട് ദൈവവിശ്വാസം. എന്താ? ഇതെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവമുണ്ട്. ഉൽപ്പത്തി പുസ്തകം മാലാഖ്യ മുതൽ 39 പുസ്തകങ്ങൾ, പഴയ നിയമം. അതിൽ പറയുന്നത് അറിയോ? കർത്താവ് പറയാണ്, ഞാനാണ് സർവശക്തനായ ദൈവം, നീ എന്റെ മുമ്പാകെ നടക്കുക. ഉൽപ്പത്തി പുസ്തകം 17:4. തീർന്നില്ല.
കർത്താവ് അരുളി ചെയ്തു, കാരുണ്യവാനും അത് കാരുണ്യവും പ്രസാദവുമുള്ള ദൈവം അവൻ ഏകനാകുന്നു. ക്ഷമയും അചഞ്ചലതയും വിശ്വസ്തതയും നിറഞ്ഞവനാകുന്നു. ആയിരങ്ങളോട് അചഞ്ചല സ്നേഹമുള്ളവനാകുന്നു. പാപങ്ങൾ പൊറുക്കുന്നവനാകുന്നു. പുറപ്പാടിന്റെ 34:6-7 വാചകമാണ്. തീർന്നില്ല. ഷമ്മ ഇസ്രായേല അഡോണയ എലോഹിം അഡോണയ. ഇവിടെ ആവർത്തന പുസ്തകം പറയും 6-ാം അധ്യായം 4 ദൈവേകനാണ്. നിങ്ങളൊരു വാചകം കേട്ടോട്ടോ. ത്വമേകം. ഈ ഏകം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചോ. ത്വമേകം ശരണ്യം, ത്വമേകം വരണ്യം, ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രകൃതൃ, ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണ ദൈവ ഏകനാണ്. 30 മുക്കോടി ഉണ്ട് എന്നല്ല, ഒറ്റ ദൈവം ഏകം. സത് ബഹുദാ വിപ്രാവദന്തി യോ ദേവാനാം നാമദാ ഏകേവ യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതി തം ഉപാസതേ യശ്രോത്രേണ ന ശൃണോതി ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യേതി തം ഉപാസതേ. എന്താ പറയുന്നറിയോ? ഭക്ത, ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത്? കേനോപനിഷത്താണ്, പ്രഥമവല്ലി 6-7 ശ്ലോകമാണ്. ഭക്ത, ഏതൊരു ബിംബത്തിന്റെ മുമ്പിലാണോ നീ നിൽക്കുന്നത് അത് നിന്റെ ദൈവമല്ല. സാക്ഷാൽ ദൈവത്തിന് ബിംബല്ല. യജുർവേദം, ഞാൻ കള്ളം പറയില്ല, പറയാറില്ല. പറയണമെന്ന് പറഞ്ഞാലും പറയാറില്ല. പറയണമെന്ന് പ്രസ്ഥാനങ്ങൾ പറഞ്ഞാലും പറയില്ല. സത്യം പറയരുതെന്ന് പറഞ്ഞാലും പറയാതിരിക്കില്ല. കാരണം എന്റെ ഖബറിൽ അവരാരും ഉണ്ടാവില്ല. എന്റെ ഖബറിൽ അവരാരും ഉണ്ടാവില്ല. എന്റെ രക്ഷക്ക് മരണാനന്തരം അവരാരും എത്തില്ല. അതുകൊണ്ട് സത്യം പറയാം. ഇനി കേട്ടോ, നിങ്ങള് കേട്ടോളൂ. വേദഗ്രന്ഥം പറയാം. യജുർവേദം 32-ാം അധ്യായം. യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം. ദൈവത്തിന് പ്രതിമയില്ല. ഹൈന്ദവർക്ക് പ്രതിമ ഉണ്ടോ? ഉണ്ട്. എന്തേ? നിങ്ങൾ വേദം അംഗീകരിച്ചവരല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ വേദം സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യയിലെ ഒരു സ്വാമിജിയും വേദം അംഗീകരിച്ചിട്ടില്ല. വേദത്തിൽ ബിംബല്ല. ഈ ലൈറ്റ് ഓഫ് ട്രൂത്ത്, സത്യാർത്ഥ പ്രകാശ്, സ്വാമി ദയാനന്ദ സരസ്വതി, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ, അദ്ദേഹം പറയുന്നറിയോ? വിവരമില്ലാത്തവരെ ബിംബം വെക്കൂ. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ദേഷ്യം പിടിക്കണ്ട. വിവരമുള്ളവരെ വെക്കൂല. ബൈബിൾ എന്താ പറയുന്നറിയോ? ബൈബിൾ എന്താ പറയുന്നറിയോ? മിസ്രീം ദേശത്തു നിന്നും, അടിമ ഭവനത്തിൽ നിന്നും നിന്നെ കൊണ്ടുവന്നവനായ ഞാനാകുന്നു നിന്റെ കർത്താവ്. മേലെ ഭൂമിയിലെങ്കിലും താഴെ വെള്ളത്തിനടിയിലെങ്കിലും ഒന്നിന്റെയും പ്രതിമ അരുത്. എന്നിട്ടാണ് യേശുവിന്റെ പ്രതിമ വെച്ച്, കന്യാമറിയമിന്റെ പ്രതിമ വെച്ച്. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം. ഹൈന്ദവ വേദം മുഴുവനും പറഞ്ഞു പ്രതിമ പാടില്ല. ക്രൈസ്തവ വേദം പറഞ്ഞു പ്രതിമ പാടില്ല. ഖുർആൻ എന്തായാലും പറഞ്ഞു. വിനീതമായി മട്ടന്നൂരുകാരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഹൈന്ദവ വേദം പറഞ്ഞ് സ്വീകരിക്കാൻ ഹിന്ദുക്കൾ തയ്യാറായില്ല. ക്രൈസ്തവ വേദം പറഞ്ഞ് സ്വീകരിക്കാൻ ക്രിസ്ത്യാനികൾ തയ്യാറായില്ല. ഖുർആൻ പറഞ്ഞത് സ്വീകരിക്കാൻ മുസ്ലിങ്ങൾ മുഴുവനും തയ്യാറായി. വിഷയ ആരുടെ വിഷയ? ഞാൻ ചോദിച്ചോട്ടെ, ശ്രീരാമന്റെ പ്രതിമ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ശ്രീകൃഷ്ണന്റെ ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഉണ്ടോ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ആ മഹാന്റെ പ്രതിമ ഉണ്ടോ? ഉണ്ടോ? മുഹമ്മദ് നബിന്റെ പ്രതിമ ഉണ്ടോ? പൊക്ക് കൈ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്ക്. ആ പ്രതിമ ഒരു ഹിന്ദു തകർക്കൂല. അതുകൊണ്ട് തന്നെ 10 ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്ക് കൊല്ലേണ്ടി വരില്ല. ഒറീസയില് ക്രിസ്ത്യാനികളുടെ ബിംബം തകർത്തു. അവിടെ ഹിന്ദു മുസ്ലിം ഏറ്റുമുട്ടി. ഇസ്ലാമിന്റെ പേരിൽ ഇല്ല. ഒരു ബിംബം തകർക്കപ്പെട്ടിട്ട് മുസ്ലിമിനും ക്രിസ്ത്യാനിക്ക് തെറ്റേണ്ടി വരില്ല. ഏത് മതം വേണം, ഏത് ദർശനം വേണം, ചിന്തിക്ക്, പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സ്വയം പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇല്ല മനുഷ്യരെ,
ഇല്ല. ഇനി സ്ത്രീ, ആരാ സ്ത്രീ ഖുർആനിൽ? ആരാ സ്ത്രീ? എല്ലാരും പറയാണ് ഇസ്ലാമിലെ സ്ത്രീ അടിമയാണ്. ഇസ്ലാമിൽ പെണ്ണിനുള്ള സ്വാതന്ത്ര്യം വേറെ എവിടെ ഉണ്ടോ? ലളിതമായി ചോദിക്കണ്ടോ? പെണ്ണിന് ഹിന്ദു മതത്തിൽ സ്വത്തവകാശം എത്രയാ? പറ. പെണ്ണിന് ഹിന്ദു മതത്തിൽ സ്വത്തവകാശം എത്രയാ? പ്രവാചകൻ വരുന്ന കാലത്ത് പെണ്ണിന് സ്വത്തവകാശം ഇല്ല. അന്നില്ലേ ഇല്ല. അന്നാ പ്രവാചകൻ പറയുന്നത് പെണ്ണിന് സ്വത്തിൽ അവകാശമുണ്ട്. എത്ര? പുരുഷന്റെ പാതി. അപ്പൊ ചോദിക്കുക, എന്താ പാതി? നീതി ഉണ്ടോ? അതാ നീതി. പാതിയാ നീതി. ചെങ്ങൈമാരെയോ രണ്ടാള് വരുന്നു. ഒരാള് 1/2 ലോഡ് മണൽ വാരിയിടുന്നു, ഒരാള് 1 ലോഡ് മണൽ വാരിയിടുന്നു. രണ്ടാൾക്ക് ശമ്പളം തുല്യ ആണോ? തലച്ചോറുണ്ടെങ്കിൽ പറ, തലച്ചോറ് ഇല്ലെങ്കിൽ മിണ്ടല്ല. തലച്ചോറുണ്ടെങ്കിൽ പറ. അതായത് എനിക്ക് 11 മക്കളുണ്ട്. എനിക്ക് 11 മക്കളുണ്ട്. 2 ഭാര്യയുണ്ട്. 11 മക്കളുണ്ട്. ഞാന് എന്റെ 2 ഭാര്യയെയും 11 മക്കളെയും പോറ്റേണ്ട ചുമതല എനിക്കുണ്ട്. എന്റെ 4 പെങ്ങന്മാരെ ഞാൻ സംരക്ഷിക്കണം. എന്റെ ഉപ്പമാരെ ഞാൻ സംരക്ഷിക്കണം. ശരി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എനിക്കാണോ പൈസ കൂടുതൽ വേണ്ടത്? എന്റെ ഭാര്യ MR B.Ed കഴിഞ്ഞ പെൺകുട്ടിയാണ്. അവൾക്ക് എന്നെ നോക്കേണ്ട ബാധ്യത അല്ല. എനിക്ക് പണം വേണ്ട. എന്റെ ഡ്രസ് അവള് വാങ്ങി തരണ്ട. എനിക്ക് ബ്രഷ് അവള് വാങ്ങി തരണ്ട. എനിക്ക് വണ്ടി അവള് വാങ്ങി തരണ്ട. എനിക്ക് ഭക്ഷണം അവള് വാങ്ങി തരണ്ട. ഞാൻ വാങ്ങിക്കൊടുത്ത ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. എന്റെ മകൾക്ക് ശമ്പളം കൊടുക്കണം, ഫീസ് കൊടുക്കണ്ട. ഞാൻ എന്റെ കുട്ടിക്ക് ഇന്നലെ ഇന്നായിട്ടും 3 ലക്ഷം റുപ്യ ഫീസ് കൊടുത്താളാ. 3 ലക്ഷം റുപ്യ. 11 കുട്ടികളുണ്ടാവും, അത് കൊടുത്താളാ. എന്റെ ഭാര്യനോട് 3 റുപ്യ ഞാൻ ചോദിച്ചിട്ടില്ല. ഇനി പറ, എനിക്ക് 50,000, എന്റെ ഭാര്യക്ക് 50,000. ഓളെ 50,000 തൊടേ വേണ്ട, അതൊക്കെ മാത്രം എടുക്കാം. എന്റെ 50 കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യണം. നീതിയാണോ അനീതിയാണോ? ആണിനോടാണോ അനീതി, പെണ്ണിനോടാണോ അനീതി? തലച്ചോറ് പെരിച്ചായി തിന്നിട്ടില്ലെങ്കിൽ പറ. തലച്ചോറ് പെരിച്ചായി തിന്നിട്ടില്ലെങ്കിൽ പറ. ഏതാ ബുദ്ധി, ഏതാ യുക്തി? വിവരം കെട്ടവനായി ജീവിക്കണോ, വിവരമുള്ളവനായി ജീവിക്കണോ? ഖുർആനിൽ 78 സ്ഥലത്ത് ചിന്തിക്കാൻ പറഞ്ഞു. ചിന്തിക്കാത്തവൻ കഴുതിയാന്ന് പറഞ്ഞു. ചിന്തിക്കാത്തവൻ പട്ടിയെ പോലെയാന്ന് പറഞ്ഞു. പട്ടിയേക്കാൾ മോശാന്ന് പറഞ്ഞു. ആര്? ചിന്തിക്കാത്തവൻ. ഇനി വിവാദം ഉണ്ടാക്കുന്നല്ലോ, ഞെരിഞ്ഞമരുന്ന ഹൃദയത്തിന്റെ മോചനത്തിന് വേണ്ടി ഒരു പോയിന്റ് പറയാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കും. 6:09 മഗ്‌രിബ്, 6:08 അവസാനിക്കും. അതുവരെ അനങ്ങണ്ട. കന്യാസ്ത്രീ, നിങ്ങൾക്ക് പേടിയുണ്ടോ? കന്യാസ്ത്രീകളെ പേടിയുള്ളവരൊന്ന് കൈവന്തിക്ക്. ഇല്ല. കന്യാസ്ത്രീയുടെ തട്ടം കാണുമ്പോ പേടി തോന്നുന്നുണ്ടോ? ഉണ്ടോ? അതേ തട്ടം മുസ്ലിമിന്റെ തലയെ കാണുമ്പോ പേടിയുണ്ടോ? ഉണ്ട്. എങ്കിൽ നിന്റെ തലച്ചോറ് പെരിച്ചായി തിന്ന്. അത് ശ്രീജിത്താണെ ഓന്റെ തലച്ചോറ് പെരിച്ചായി. ഇനി ഡോക്ടർ അരുൺകുമാർ ആണെങ്കിൽ ഓന്റെ തലച്ചോറ് പെരിച്ചായി. ഇനി വിദ്യാഭ്യാസ മന്ത്രി ആണെങ്കിൽ അയാളെ തലച്ചോറ് പെരിച്ചായി തിന്ന്. ആണെങ്കിൽ അവരാരും അല്ല എന്നതായിരിക്കും സത്യം. ചിന്തിക്ക്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഒരു കന്യാസ്ത്രീയെ കാണുമല്ലേ വെറുപ്പ് വേണ്ടത്, ന്യായമായി വേണ്ടത്? അതെന്താ? അതാരും ചിന്തിച്ചിട്ടില്ല. ആരും ചിന്തിക്കാത്തോടുകൂടി ചിന്തിച്ചു പോകുക എന്നുള്ള ഒരു ദുസ്വഭാവം എനിക്കുള്ളത് കൊണ്ട് ആ ദുസ്വഭാവം ഞാൻ ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അതെന്താ? ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആരാണ്? ഒരു കന്യാസ്ത്രീ. ആ സ്കൂളിന് എതിരായ, ശരിക്കും ചിന്തിച്ചോളി, ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം ഭൂമുഖത്തുണ്ടാകരുത് എന്ന അന്ധവിശ്വാസം വിശ്വസിച്ച് അത് ജീവിതത്തിൽ നടപ്പാക്കിയ സ്ത്രീയാണ് ആ പ്രിൻസിപ്പൽ. മനസ്സിലായില്ല? ഇല്ല. പ്രിൻസിപ്പൾ എന്തിനാ? സ്കൂളിന്റെ പ്രിൻസിപ്പൾ ആരാ? സ്കൂളിൽ ആരാള് മനുഷ്യന്മാരെ? സ്കൂളില് കുട്ടികൾ എവിടുന്നുണ്ടായാലും പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നിന്ന്. ഏത് പെണ്ണിന്റെ? കല്യാണം കഴിച്ച് ഗർഭിണിയായിരുന്ന പെണ്ണിന്റെ. കന്യാസ്ത്രീക്ക് കല്യാണം ഉണ്ടോ? സ്കൂളിലെ പ്രിൻസിപ്പൾ ആയത് കന്യാസ്ത്രീ. അവര് പറയും എനിക്ക് കുട്ടികളെ വേണോ? മൂപ്പത്തി പറയും എന്റെ കുട്ടികളെ വളർത്തണ്ട, എന്റെ കുട്ടികളെ കണ്ട ആരും പ്രിൻസിപ്പൾ ആകണ്ട. പേടിക്കേണ്ടത് ആരെയാ?
സ്കൂള് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അന്ധവിശ്വാസം വിശ്വസിക്കുന്ന ഒരു സ്ത്രീയെ പേടിക്കരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അടിസ്ഥാനപരമായി പേടിക്കരുത്. ഇന്ത്യ ഇനിയും തുടരണമെന്ന് വിശ്വസിക്കുന്നവരൊന്ന് കൈബന്ധിച്ചേ. ഇന്ത്യക്ക് പുരോഗതി ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നവർ കൈബന്ധിക്ക്. നിങ്ങൾക്ക് ആർക്കില്ലേ? ഇന്ത്യ നശിക്കണോ? ശരി, എങ്കിലും കുട്ടി ഉണ്ടാകണോ? ഉണ്ടാണോ? ആദിലയും നൂറയും കെട്ടിപ്പിടിച്ച കുട്ടി ഉണ്ടാവും. എങ്കിലും ഒരു ഇന്ത്യയുടെ പുരോഗതി ആഗ്രഹിക്കുന്നവരാണോ? ഇന്ത്യക്ക് ശാസ്ത്രകാരൻ വേണോ? ആദിലയും നൂറയും 25 കൊല്ലം ജീവിച്ച ശാസ്ത്രകാരൻ ഉണ്ടാവോ? നെഹ്റു ഉണ്ടാവോ? ഒരു കന്യാസ്ത്രീയിലൂടെ നല്ലൊരു കുട്ടി ഉണ്ടാവോ? ഇല്ല. എങ്കിൽ ഏറ്റവും പേടിപ്പിക്കേണ്ട, ഭയപ്പെടുത്തേണ്ട പ്രത്യയശാസ്ത്ര ഏതാ? കന്യകാക എന്നുള്ള പ്രത്യയശാസ്ത്ര. എന്നിട്ട് പോലും നമ്മൾ ആരെങ്കിലും അവർക്കെതിരെ പ്രസംഗിച്ചോ? ഇല്ല. കാരണം അവരും ജീവിക്കട്ടെ ഇന്ത്യയില്. കുട്ടി വേണ്ട. തീരെ ഉടുക്കാത്ത സന്യാസി നമുക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ? ഉടുക്കാത്ത പ്രശ്നമല്ല, പൂർണ്ണമായിട്ട് ഉടുക്കുന്നത് പ്രശ്നമാകുക. അതെങ്ങനെ? ചെങ്ങൈമരെ, നിങ്ങളെ തലച്ചോറിന് ഒന്ന് കൊടുക്ക്. തീരെ തുണി വേണ്ട, അത് കുഴപ്പമില്ല. എന്റെ ബോഡി, എന്റെ തീരുമാനം, എന്റെ ചോയ്സ്. ശരി, അവളെ ബോഡി അവളെ, അത് പറ്റൂല. ഞങ്ങൾക്ക് യുക്തിവാദികൾക്കേ പറ്റും. എന്റെ ശരീരം ഞാൻ തുറക്കും. ചില സ്ത്രീകളുണ്ട്, തുറന്നു കാണിച്ചാലേ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും. ഓൽക്ക് ഉദ്ഘാടിക്കണേ, ഓല് തുണി എടുക്കരുത്. അതുപോലെ വിശ്വാസമാണ്. ഇന്ന് ഒരു കൂട്ടർ തുണി എടുത്തു വന്നാലോ ഇത് പറ്റൂല. അതിന്റെ പേരാണ് തോന്നിയാസം, വർഗീയത. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ മുതൽ ഞാൻ ന്യൂമോണിയ എന്ന രോഗം പിടിച്ച് ഹോസ്പിറ്റലിന് വന്നതാ. ആരോടും പറഞ്ഞില്ല. എന്താ പറയാത്തെ? എനിക്കിന്നത് പ്രസംഗിക്കണം. ഞാൻ ഇന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. എന്നാലും ആ ന്യൂമോണിയ വന്ന് ഞാനോട് മരിച്ചു വീണാലും ഈ സത്യം പറയാൻ എനിക്ക് എത്രയോ കാലത്തിന് ശേഷം ഒരു വേദി കിട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, തലച്ചോറ് പണയപ്പെടുത്തരുത്. സൂര്യൻ അസ്തമിക്കാത്ത സമയം വരുമ്പോൾ നിന്നെ പറ്റിച്ച. ശരി, മഗ്‌രിബിന് ശേഷം നിസ്കരിച്ചിട്ട് 10 മിനിറ്റ് കൂടി ഞാൻ പ്രസംഗിക്കും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഓക്കെ, ശരി. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് സ്നേഹവും ബഹുമാനവുമുള്ള ഈ ബസ് സ്റ്റാൻഡിനും പരിസരത്തും നിൽക്കുന്ന സഹൃദയരെ, ഒരു ദൈവിക ഗ്രന്ഥം ഖുർആൻ ആവർത്തിച്ച് വായിക്കപ്പെടുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കണ്ടന്റ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും ബാധിച്ചു നിൽക്കുന്ന ഒരു ഗ്രന്ഥം. വൃദ്ധ സദനങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലം. അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളുന്ന കാലം. വിശുദ്ധ ഖുർആൻ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവ് മുസ്ലിങ്ങളിൽ നിന്നുള്ള അച്ഛനമ്മമാരാണ്. ഞാൻ വെറുതെ പറയണല്ല. എന്തുകൊണ്ടായിരിക്കാം? ഇവിടെ എല്ലാ അച്ഛനമ്മമാരും ജീവിക്കുന്നതിനിടയിൽ മുസ്ലിങ്ങൾ താരതമ്യേനെ ബാപ്പാനെയും മാനെയും വൃദ്ധസദനത്തിലാക്കാറില്ല. എന്തുകൊണ്ടായിരിക്കാം? അതാണ് ആ മതം, മദ്രസയെ പഠിപ്പിക്കുന്നതിന്റെ പ്രത്യേകത. ഉൾക്കൊള്ളണം. കാരണം എന്താ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. ഉമ്മ ഉപ്പ അവരോട് ചേ എന്ന് പോലും പറയരുത് എന്നാ. അച്ഛനമ്മമാരോട്, ഉദാഹരണത്തിന് ഒരു കുട്ടി ഇസ്ലാമായി, ആ കുട്ടിയുടെ അമ്മ അച്ഛൻ ഇസ്ലാം ആയില്ല എങ്കിൽ ആ അച്ഛനെ ഉപദ്രവിക്കണോ? ആ അമ്മയെ ഉപദ്രവിക്കണോ? വസാഹിബുഹുമാ ഫിദ്ദുന്യാ മാറൂഫ എന്ന ഖുർആനിലെ 31-ാം അധ്യായം 15-ാമത്തെ വചനം. അച്ഛനോട് അമ്മയോട് ഏറ്റവും നന്നായി പെരുമാറണം. അമുസ്ലിമായ അമ്മയോട് ഏറ്റവും നന്നായി പെരുമാറണം. വാർദ്ധക്യത്തിലെ അച്ഛനമ്മമാരെ ആദരിക്കണം. ഭാരതീയ ദർശനത്തിൽ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ദൈവതുല്യം മാതാവിനെ സ്നേഹിക്കണം. ഇസ്ലാമിൽ സ്നേഹിക്കണമെന്നതിൽ തർക്കമില്ല.
മാതാവിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എന്തെല്ലാം സ്നേഹം നൽകാമോ അത് മുഴുവനും നൽകണം. കാരണം മാതാവ് ദൈവത്തോളം ആവില്ല. അതാണ് ചെറിയൊരു തിരുത്ത്. അപ്പോ ഏറ്റവും നന്നായി ഉമ്മയെ സംരക്ഷിക്കേണ്ട ചുമതല പഠിപ്പിക്കപ്പെട്ടു ഖുർആൻ. ആ ഖുർആനിലാണ് മാനവികതയ്ക്ക് ഉപകാരമുള്ള ഒന്നുമില്ല. ഞാൻ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട്, അതിലൊന്നുമില്ല എന്ന് മൈത്രേയൻ പറയുന്നത്. അപ്പൊ മതനിഷേധി ആരാണ്? മതനിഷേധി. ഖുർആൻ പറയാണ് അനാഥക്ക് സംരക്ഷണം നൽകാത്തവനാണ് മതനിഷേധി. പാവപ്പെട്ടവനെ സഹായിക്കാത്തവനാണ് മതനിഷേധി. അപ്പോ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക മതത്തിന്റെ കാതൽ, അല്ലെങ്കിൽ നരകത്ത് പോകുന്ന ഖുർആൻ പറയുന്നത്. എന്താ നരകത്ത് പോയത്? മാ സലക്കകും ഫീ സഖർ, എന്താടോ നീ നരകത്ത് പോയത്? ഖാലു ലൻ നകു മിനൽ മുസല്ലീൻ വലം നകു നുതഇമുൽ മിസ്കീൻ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തില്ല, നിസ്കരിച്ചില്ല. 74 അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനം. വൈലുൽ ലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا كالوهم أو وزنوهم يخسرون ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. 83 അധ്യായം 1 to 6 വരെയുള്ള വചനം. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് കച്ചവടക്കാരെ. ദൈവസന്നിധിയിൽ നിൽക്കും, അതുകൊണ്ടത് പാടില്ല. അയൽവാസി അത്ഭുതമാണ്. അയൽവാസി പട്ടിണി കിടക്കരുത്. എന്റെ വീട് മുജാഹിദ് ബാലുശ്ശേരി നമ്മൾ എന്റെ വീടിന്റെ നടയിൽ ഒരു വലിയ മരം, ആ മരത്തിന്റെ ശാഖകൾ അമുസ്ലിമിന്റെ വീട്ടിലേക്ക്, നടയിലേക്ക്, എങ്കിൽ ആ വൃക്ഷം വെക്കരുത്, മുറിക്കണം. കാരണം അയൽവാസിയായവന് ബുദ്ധിമുട്ടാണ്. ഇതാ മതം. റോഡിലൂടെ നടന്നു പോകുമ്പോ ബ്ലോക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ നബിദിന റാലിക്കെതിര്. കാരണം പ്രവാചകന്റെ വാചകം എന്നാണ്. നിങ്ങറിയോ, തൊഴിലാളി വർഗത്തിന് വേണ്ടി ശബ്ദിച്ച കാർൽ മാക്സ് ഇസ്ലാം തൊഴിലാളികളെ എങ്ങനെ കാണുന്നു? പ്രവാചകൻ ഒരാൾക്ക് ഹസ്തദാനം ചെയ്തു, അയാളെ കയ്യിൽ പരിക്കൻ കൈ. പ്രവാചകൻ ചോദിച്ചു, രോഗാണോ? ദൂതരെ, മമ്മട്ടി പിടിച്ച കയ്യാണ്, തയമ്പാണ്, ഇത്ര വലിപ്പമുള്ള തയമ്പാണ്. എന്താ മമ്മട്ടി പിടിച്ചതാണ്? പ്രവാചകൻ ആ 2 കൈയും ഉയർത്തി പിടിച്ചു, ആ കൈകളിൽ ചുംബിച്ചു. ദൈവവും ദൂതനും ആദരിക്കുന്ന കൈ എന്നാ. ജോലി കരാറ് വേണമെന്ന് പറഞ്ഞു. ഇന്ന ജോലി ഇത്ര ശമ്പളം, വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൂട്ടിക്കൊടുക്കണം. ഭാരിച്ച ജോലി കൊടുത്താൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം. എന്നിട്ട് മൈത്രേയൻ പറയാണ്, ഇസ്ലാമിൽ നന്മയായിട്ടൊന്നുമില്ല. അന്ധത ബാധിച്ചത് കണ്ണിനല്ല, ഹൃദയത്തിനാണ്. മൈത്രേയൻ നന്നായി കൂടെ, മരണം ഏത് നിമിഷം വരും. മനുഷ്യനായി 1 മിനിറ്റെങ്കിലും ജീവിച്ചുകൂടെ? ഇസ്ലാമിൽ ഖുർആനിൽ മാനവിക വിരുദ്ധമായി ഒന്നുമില്ല. അത് ഞാൻ പഠിക്കാൻ എന്താ വായിച്ചൂടെ? എന്റെ വീട്ടിൽ 108 ഉപനിഷത്തുണ്ട്. 108 ഉപനിഷത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ചതുർവേദം വായിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. ലോകത്ത് കിട്ടാവുന്ന ഒട്ടുമിക്ക മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും വെറുപ്പ് തോന്നിയിട്ടില്ല. ദൈവികം എന്ന് ഉറപ്പുള്ള ഖുർആനിൽ മനുഷ്യത്വ വിരുദ്ധമായി ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, സമ്പത്ത് അന്യൻ്റെത് എടുക്കരുത്. ഞാനൊരു 3 മിനിറ്റ് കൊണ്ട് വൈൻഡപ്പ് ചെയ്യും. 3 മിനിറ്റ്. സഹോദര, വാത്തിദിൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ, എന്റെ സ്വത്ത് പാവപ്പെട്ടവനുള്ളതാണ്, അതിൽ അവകാശമുണ്ട്. ഔദാര്യമല്ല, അവന്റെ അവകാശ. മട്ടന്നൂർ ടൗണിൽ ഒരു ക്രിസ്ത്യാനി വന്നു കോട്ടയത്ത് നിന്ന്. അയാൾ ആരോ പോക്കറ്റ് അടിച്ചു, അയാളെ കയ്യിലൊന്നുമില്ല. ഇവിടുത്തെ ഹിറാ പള്ളിയിൽ പോയാൽ അയാൾക്ക് പൈസ കൊടുക്കൽ മുസൽമാന് നിർബന്ധം, ഔദാര്യമല്ല, നിർബന്ധം. ഇസ്ലാം അതാ പഠിപ്പിച്ച്, മാനവികമാണ് പഠിപ്പിച്ചത്. എല്ലാ കാര്യവും അങ്ങനെയാണ്. എന്ത് വിഷയം എടുത്തോ അതൊക്കെ അങ്ങനെയാ. ഹലാൽ എന്താ? ഹലാൽ വിവാദം. യാ അയ്യുഹന്നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ, ഹലാലൻ തയ്യിബ. മനുഷ്യ നല്ലത് തിന്നണം, ഹലാലാവണം. എന്താ ഹലാൽ? കൃഷ്ണേട്ടൻ, ആ കൃഷ്ണേട്ടന്റെ വീട്ടിൽ കയറി മുജാഹിദ് ബാലുശ്ശേരി മോഷ്ടിക്കരുത്. ആ പണം ഹലാലല്ല. എനിക്കൊരു ഡ്രസ്സ് വേണം, സുരേഷിന്റെ ടെക്സ്റ്റൈൽസ് കയറി മോഷ്ടിച്ചാൽ അത് ഹലാലല്ല, ഹറാമാണ്. അല്ലാതെ ഇറച്ചി വിവാദമല്ല. അത്
വിവരമില്ലായ്മ അലങ്കാരമാക്കരുത്. എന്റെ ഡ്രസ്സ് ഞാൻ അധ്വാനിച്ചു വാങ്ങിയതാവണം, അപരന്റേതാകരുത്. ഞാൻ കഴിക്കണം ഭക്ഷണം ഞാൻ അധ്വാനിച്ചതാകണം, അന്യന്റെ പിടിച്ചു പറിച്ചതാകരുത്. അതാണ് ഹലാൽ. എന്റെ വീട് ഹലാലാകണം, പലിശയുടേതാകരുത്, ഹറാമിൻ്റെതാകരുത്. അതാണ് ഹലാൽ. വിശാലമാണ്. പോത്തിറച്ചി കെട്ടിച്ചുറ്റി പറ്റണ്ട, അതല്ലാതെ ഏത് വിഷയം എടുത്തോ. ജിഹാദ്, ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗ. 10 മക്കളെ പഠിപ്പിച്ചൽ ജിഹാദാണ്. പെൺകുട്ടികളെ 3 ആളെ വളർത്തൽ ജിഹാദാണ്. കൊല്ലലല്ല, വളർത്തൽ. വിദ്യാഭ്യാസം നൽകൽ ജിഹാദ്. ഹജ്ജ് പോകൽ സ്ത്രീകൾക്ക് ജിഹാദ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ കഴുത്തറക്കലല്ല, അത് വിവരമില്ലാത്ത ആരിഫ് ഹുസൈന്റെ വിവരക്കേടാണ്. അതിന് മറുപടി പറയാൻ രാഹുൽ ഈശ്വർ മതി, ഞങ്ങൾ വേണ്ട. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് ഈ നാട്ടുകാരോട് പറയാനുള്ളത്, വിശിഷ്യ സംഘാടകരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ വീട്ടിലും ഖുർആനിന്റെ സന്ദേശം എത്തിക്കണം. ഇമ്മ ഷാക്കിറൻ വ ഇമ്മ കഫൂറ. അവർക്ക് നല്ലവരാകാൻ, ചീത്തയാവാം, നന്ദിയുള്ളവരാവാൻ, കെട്ടവരാവാം. നിർബന്ധമില്ല, ആരെയും നിർബന്ധിക്കില്ല. ഇസ്ലാമിന്റെ സ്ഥാപനം, ഞങ്ങൾക്കുണ്ട് സ്ഥാപനം. അവിടെ ഹിന്ദുക്കുട്ടി പൊട്ടുവട്ടാ വരുന്നത്, കഴുത്ത് കാണിച്ചാ വരുന്നത്, മാറുമറക്കാതെ വരുന്നത്. അതുകൊണ്ട് അവളെ പറഞ്ഞടിക്കാൻ പറ്റും. അവിടെ ഞങ്ങളുടെ കോളേജില്, ഇസ്ലാമിന്റെ കോളേജില്. നേരെ മറിച്ച് ഞങ്ങൾ ചെല്ലുമ്പോ എല്ലാം കഴിച്ചു വെക്കണം. അപ്പൊ ആരാ ഭീകരവാദി, ആരാ തീവ്രവാദി? കന്യാസ്ത്രീക്ക് കന്യകാ വസ്ത്രം ധരിക്കാം, മുസ്ലിമിനോ പാടില്ല. ഭരണഘടന അനുവദിച്ചതാ. എന്നിട്ട് നമ്മളോട് പറയുന്നത് ക്രിസ്ത്യൻ സ്കൂൾ പറയുന്നത് ഭരണഘടന ഗേറ്റിന്റെ പുറത്ത് ഭരണഘടന തട്ടടാൻ അവകാശം നൽകി. ആർട്ടിക്കിൾ 25 ഭരണഘടന ക്രിസ്ത്യൻ സ്കൂളിന്റെ പുറത്ത്. ആരാ ഭീകരവാദി? ഞങ്ങൾ അറിയുന്ന സ്കൂളിന്റെ ഉള്ളിലും ഭരണഘടന, സ്കൂളിന്റെ പുറത്തും ഭരണഘടന. ഒന്നുകൂടി പറയാം, ഭരണഘടന പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ഒറ്റ സമുദായമുള്ളൂ, മുസ്ലിങ്ങൾ. ക്ഷമിക്കണം, ഭരണഘടനാനുസൃതമായ ജീവിതം ഏത് മതം സ്വീകരിക്കാനും ആ മതം പ്രബോധനം ചെയ്യാനും ആ മതം പ്രചരിപ്പിക്കാനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഡയലോഗ് ഈ വിഷയത്തിൽ നടക്കുകയാണ്. എന്താണ് മതേതരത്വം, എന്താണ് വിദേശ മതേതരത്വം, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കാൻ ഇതൊരവസരമാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി സ്വബാഹി എന്നെ തുടർന്ന് പ്രസംഗിക്കുന്നു. നിങ്ങളെല്ലാവരും കേൾക്കണം, എല്ലാവരും. എനിക്ക് ഒരുപാട് പറയാൻ ആഗ്രഹമുണ്ട്, എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. 2 കാര്യം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ഭഗവത്ഗീത 2-ാം അധ്യായം 37. ഹദോവ പ്രാപ്സസി സ്വർഗം. അർജുന, ധർമാധർമ്മ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ സ്വർഗമുണ്ട്. ദഖലൽ ജന്ന, ധർമ്മയുദ്ധത്തിൽ സ്വർഗമുണ്ട് എന്ന് ഖുർആൻ, എന്ന് ഭഗവത്ഗീത. അന്തം തമഹ പ്രവിശന്തിയേ സമ്പുത്യമുപാസദേ തദോബൂയ ഇബദേ യഹു സമ്പുദ്യ അമൃതഹ. ഈശാവാസ്യോപനിഷത്ത്. സൃഷ്ടികളെ ആരാധിച്ചാൽ നരകം. ഈശാവാസ്യോപനിഷത്ത്. പശുവിനെ ആരാധിച്ചാൽ നരകം, പാമ്പിനെ ആരാധിച്ചാൽ നരകം, സൂര്യനെ ആരാധിച്ചാൽ നരകം. വിശുദ്ധ ഖുർആനും അതേ കാര്യം പറഞ്ഞു, ബൈബിളും അതേ കാര്യം പറഞ്ഞു. അതാണ് വിഷയം. ഇത് മനസ്സിലാക്കി ശുദ്ധമായ ഏകദൈവ വിശ്വാസം സ്വീകരിച്ച് ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളായി, ഏകോദര സഹോദരങ്ങളായി, വ്യത്യസ്ത മതം സ്വീകരിക്കുമ്പോഴും മനുഷ്യരായി, കൊണ്ടും കൊടുത്തും സ്വീകരിച്ചും സ്നേഹിച്ചും, അതെ, ആർദ്രതയും മലിവും അനുകമ്പയും സഹാനുഭൂതിയും സൗഹൃദത്വവും ചിരിച്ചും കളിച്ചും നല്ല മനുഷ്യന്മാരായി, ആർക്കും ഉപദ്രവമില്ലാത്ത സത്യത്തിന് വേണ്ടി നിലകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ ഈ ഖുർആൻ പ്രചാരണ സമ്മേളനം ഉപകരിക്കുമാറാകട്ടെ എന്ന് ഹൃദയത്തിൽ തട്ടി ആത്മബന്ധിതമായി പ്രാർത്ഥിച്ച് എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്കെല്ലാം അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ച് കാലാവസ്ഥ അനുകൂലമാക്കി തന്ന പ്രപഞ്ചനാഥനെ മുക്തകണ്ഠം സ്തുതിച്ച് ഇനിയും കാണാമെന്ന വിശ്വാസത്തോടെ ഇൻഷാ അല്ലാഹ് ഇതിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.